ഇഡലി സാമ്പാറും ചമ്മന്തിയും എല്ലാം ഒക്കെ അടിപൊളിയാണോ? അടിപൊളി. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഉച്ചയ്ക്ക് ഒരു 2:30 2:45 യാത്രയാകണം കേട്ടോ. വേറെ എവിടെയല്ല, ആലപ്പുഴ വരെ പോവുകയാണ്. അപ്പോൾ എന്താ വിശേഷം എന്ന് വെച്ചാൽ ഞങ്ങൾ GSB സമുദായക്കാരുടെ നല്ല ഒരു ചടങ്ങാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ. വേറൊന്നുമല്ല, GSB അതായത് ഗൗഡ സാരസ്വത ബ്രാഹ്മണ സമുദായത്തിലെ ഒത്തിരി ചടങ്ങുകളുണ്ട് കേട്ടോ. ഒത്തിരി എന്ന് വെച്ചാൽ ഒത്തിരി ചടങ്ങുകളുണ്ട്. അപ്പോൾ അതിലൊന്നാണ് ഞാൻ ഈ കാണിക്കാൻ പോകുന്നത്. വേറൊന്നുമല്ല, പൂച്ചൂടൽ എന്നാണ് ഈ ചടങ്ങിൻ്റെ പേര്. അപ്പോൾ പൂച്ചൂടൽ എന്താണെന്ന് വെച്ചാൽ വെറുതെ ഓടിച്ചെന്ന് പൂ ചൂടുകയല്ല പതിവ്. ഇത് കല്യാണ നിശ്ചയം കഴിഞ്ഞ പെണ്ണിൻ്റെ വീട്ടിലേക്ക്, അതായത് വധുവിൻ്റെ വീട്ടിലേക്ക് ചെക്കൻ്റെ അമ്മയും പിന്നെ മുതിർന്ന സുമംഗലികൾ, അതായത് 4 സുമംഗലികൾ മൊത്തം വേണം. അതിൽ കൂടുതലായാലും കുഴപ്പമില്ല, കുറഞ്ഞത് ഒരു 4 പേര് വേണം. അപ്പോൾ ചെക്കൻ്റെ അമ്മയും ഈ 4 സുമംഗലികളും കൂടെ ആലപ്പുഴയിൽ പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അവിടെ ചെന്ന് പൂ ചൂടണം, അതേപോലെ മധുര പലഹാരങ്ങളൊക്കെ കൊടുക്കണം. അപ്പോൾ ആ ചടങ്ങാണ് ഈ കാണിക്കുന്നത്. ഇതാണ് നമ്മുടെ കല്യാണ പെണ്ണ് കേട്ടോ. അപ്പോൾ നിശ്ചയത്തിൻ്റെ സാരിയാണ് ഈ ചടങ്ങിനൊക്കെ ഉടുക്കേണ്ടത്. വേറെ സാരി ഉടുക്കാൻ പറ്റത്തില്ല, ഇത് തന്നെ ഉടുക്കണം. ഇത് എൻ്റെ അനിയത്തിയുടെ മോളാണ്. അനിയത്തിയുടെ മോളുടെ പേര് വിസ്മയ. അപ്പോൾ കല്യാണ പെണ്ണിൻ്റെ പേര് പൂർണിമ, എല്ലാവർക്കും അറിയാം. പിന്നെ ഇതാണ് കല്യാണ ചെക്കൻ, അതായത് എൻ്റെ മോൻ. ഇത് എൻ്റെ തേജ് മോൻ. 2 ആമക്കളാണ് എനിക്ക്. എല്ലാവർക്കും അറിയാം, എങ്കിലും ഞാൻ കണ്ടപ്പോൾ വെറുതെ എന്തെങ്കിലുമൊക്കെ പറയണ്ടോ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനി കല്യാണ പൂ ചൂടലിൻ്റെ ഞാൻ ബാക്കി കാര്യവും കൂടെ പറയാം. അപ്പോൾ ഇത് അവളുടെ ആങ്ങളയാണ് കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങൾ ഈ ചെക്കൻ്റെ വീട്ടുകാരിന്ന് മാത്രമല്ല സുമംഗലികൾ ചെല്ലേണ്ടത്, പെണ്ണിൻ്റെ വീട്ടിൽ നിന്നും ഇതുപോലെ തന്നെ 4 സുമംഗലികൾ വേണം. അതായത് മുതിർന്ന സുമംഗലികളാണ് വേണ്ടത് കേട്ടോ. പ്രായത്തിൽ മുതിർന്ന സുമംഗലികളാണ് വേണ്ടത്. ഈ കല്യാണ ചെക്കനേക്കാളും കല്യാണ പെണ്ണിനേക്കാളും മുതിർന്ന സുമംഗലികൾ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. പൂച്ചൂടലിൻ്റെ ബാക്കി കാര്യം കൂടെ ഞാൻ പറയാം. അപ്പോൾ 5 തരം പൂക്കൾ വേണം. 5 തരം എന്ന് വെച്ചാൽ മുല്ലയോ കനകാമ്പരോ റോസ 2-3 കളറ് എങ്ങനെയായാലും ശരി, 5 കളറ് പൂവ്. പിന്നെ അക്ഷതം, പൂ ചൂടിയതിന് ശേഷം നമ്മൾ അക്ഷതം തലയിൽ എറിയാറുണ്ട്. അക്ഷതം എന്ന് വെച്ചാൽ പച്ചരി, അത് കുറച്ച് വേണം. പിന്നെ ചന്ദനം, കുങ്കുമം, പിന്നെ എന്തെങ്കിലും മധുര പലഹാരങ്ങൾ. അത് 2 തൂശനില ഇട്ടിട്ട് പെണ്ണിൻ്റെ അടുത്ത് ഒരു പെൺകുഞ്ഞിനെയാണ് ഇരുത്തേണ്ടത്, ആൺകുഞ്ഞിനെ ഇരുത്തത്തില്ല. ചെക്കൻ്റെ കൂടെ ആണെങ്കിൽ കുഞ്ഞ് ആൺകുട്ടിയാണ് ഇരുത്തുന്നത്. ഇത് പെൺകുട്ടിയുടെ കൂടെ കുഞ്ഞ് പെൺകുട്ടി. അപ്പോൾ 2 പേരെയും കൂടെ ഇരുത്തി തൂഷനില മുമ്പിൽ വെച്ചിട്ട് പിന്നെ വിളക്കൊക്കെ ദീപമൊക്കെ കൊളുത്തി വെച്ച് എന്നിട്ടാണ് നമ്മൾ ഈ ചടങ്ങ് ആരംഭിക്കുന്നത്. എല്ലാം അഗ്നിസാക്ഷിയായിട്ടാണ് ഞങ്ങളുടെ എല്ലാ ചടങ്ങിനും അഗ്നിസാക്ഷിയായിട്ടാണ് നമ്മൾ ചടങ്ങുകളും എല്ലാ ആചാരങ്ങളും തുടങ്ങുന്നത്. ദീപം കൊളുത്തിയതിന് ശേഷം നമ്മൾ ആദ്യമേ ചെയ്യേണ്ടത് ഈ മധുരപലഹാരങ്ങൾ പെണ്ണിൻ്റെ അടുത്തുള്ള പെൺകുട്ടിക്ക് കൊടുക്കുക എന്നുള്ള ചടങ്ങാണ് ആരംഭിക്കുന്നത്. ആദ്യമേ കല്യാണ പെണ്ണിൻ്റെ ഇലയിലും പിന്നെ പെൺകുട്ടിയുടെ ഇലയിലും. ആദ്യമേ നമ്മൾ ഏത് പലഹാരമാണ് എടുക്കുന്നത് അത് 3 കഷ്ണം കല്യാണ പെണ്ണിൻ്റെ ഇലയിലും 2 കഷ്ണം ആ കുഞ്ഞുമോളുടെ ഇലയിലും ആണ് വെക്കേണ്ടത്. അപ്പോൾ ഏത് പലഹാരം എടുത്താലും അങ്ങനെയാണ് 3-2 അല്ലെങ്കിൽ 5-2 അങ്ങനെയാണ് വെക്കേണ്ടത്. അപ്പോൾ മധുര പലഹാരം എല്ലാം വെച്ചതിന് ശേഷം നമ്മൾ ചന്ദനം ഇടുക, കുങ്കുമം ഇടുക. ചന്ദനവും കുങ്കുമവും ഇട്ടിട്ട് 2 പേർക്കും, കല്യാണ പെണ്ണിന് എങ്ങനെയാണോ ചെയ്യുന്നത് അതേപോലെ അടുത്തുള്ള പെൺകുട്ടിക്കും ചെയ്യണം. അപ്പോൾ ആദ്യമേ കുങ്കുമം ചന്ദനവും ഇട്ട് നമ്മൾ അത് കഴിഞ്ഞിട്ടാണ് ഈ 5 തരം പൂവ് ഈ ചെക്കൻ്റെ അമ്മ ആദ്യമേ പെണ്ണിൻ്റെ തലയിൽ ചൂടി വെക്കണം. അപ്പോൾ ഈ ചൂടുന്ന സമയത്ത് നമ്മുടെ കൂടെ ചെക്കൻ്റെ അമ്മയുടെ കൂടെ 3 സുമംഗലികൾ വന്നെന്ന് പറഞ്ഞില്ലേ, 3, 4 അല്ലെങ്കിൽ അതിൽ കൂടുതലോ എത്രയാണെങ്കിലും ഈ എല്ലാവരും നിരനിരയായിട്ട് നിന്നിട്ട് തൊട്ട് നിൽക്കണം. സുമംഗലികളെല്ലാം 4 പേരുമായിട്ട് ഇങ്ങനെ തൊട്ട് നിൽക്കണം. അപ്പോൾ ഈ തൊട്ട് നിൽക്കുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും പൂ ചൂടുമ്പോഴത്തേക്ക് ഒരേ മനസ്സോടെ പെണ്ണിനെ ആശീർവാദിക്കുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം എന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ അതാണ്, അല്ലാതെ വേറെ വഴിയൊന്നും ഇല്ല, അതായിരിക്കും. അപ്പോൾ പിന്നെ ഞാൻ പൂവൊക്കെ ചൂടി കേട്ടോ.
പൂ ചൂടി. ഇനി അടുത്തത് എൻ്റെ കൂടെ വന്ന സുമംഗലികൾ ഇതുപോലെ തന്നെ മധുരപലഹാരം വെക്കുക, പിന്നെ പൂ ചൂടുക, പിന്നെ അക്ഷതം എറിയുക. അക്ഷതം എറിയുന്ന വെച്ചാൽ തലയിൽ 2 പ്രാവശ്യം പെണ്ണിൻ്റെ തലയിൽ ഇടണം. അത് കഴിഞ്ഞ് ആ അടുത്തിരിക്കുന്ന പെൺകുട്ടിയുടെ തലയിൽ അങ്ങനെ 3 പ്രാവശ്യം അങ്ങനെ ചെയ്യണം. അപ്പോൾ എൻ്റെ കൂടെ വന്നവരെല്ലാം ചെയ്യുന്നു. അപ്പോൾ ചെക്കൻ്റെ വീട്ടുകാർക്കാണ് ആദ്യത്തെ റോള് കേട്ടോ. അത് കഴിഞ്ഞ് 4 പേരും, ഞങ്ങളുടെ കൂടെ 5 പേരുണ്ടായിരുന്നു. അപ്പോൾ 5 എൻ്റെ ചേച്ചിയുടെ മക്കളും ഉണ്ടായിരുന്നു, പിന്നെ എൻ്റെ ചേച്ചി ഉണ്ടായിരുന്നു, പിന്നെ കോഴഞ്ചേരി ഞാൻ നേരത്തെ പറയില്ല. അപ്പോൾ ഞങ്ങളെല്ലാവരും പൂവും ചൂടിയതിന് ശേഷം അടുത്ത റോള് വരുന്നത് പെണ്ണിൻ്റെ കുടുംബക്കാർക്കാണ് കേട്ടോ. അപ്പോൾ പെണ്ണിൻ്റെ കുടുംബക്കാരും ഇങ്ങനെ തന്നെ ചെയ്യണം. 5 തരം പൂക്കൾ പെണ്ണിൻ്റെ അമ്മയാണ് ചെയ്യേണ്ടത് ആദ്യമേ. അങ്ങനെ 5 തരം പൂക്കൾ, പിന്നെ നമ്മുടെ നേരത്തെ പറഞ്ഞ മധുരപലഹാരം, പിന്നെ അക്ഷതേറിയ ഒക്കെ ഉണ്ട്. അപ്പോൾ എന്താണ് ഈ പൂ ചൂടാൻ വരുന്നതിൻ്റെ കാരണം എന്തെന്ന് വെച്ചാൽ, പണ്ട് ഈ പെണ്ണിനെ നിശ്ചയത്തിന്, കല്യാണ നിശ്ചയത്തിന് പെണ്ണിനെ കൊണ്ടുവരാറ് പതിവില്ല. ഇപ്പം പക്ഷേ വരും കേട്ടോ. ഇപ്പം അതൊക്കെ കാലമൊക്കെ മാറി, ആചാരങ്ങളൊക്കെ കുറേയൊക്കെ കുറഞ്ഞു. അപ്പോൾ പെണ്ണിനെ വരത്തില്ല. അപ്പോൾ ഈ കല്യാണം വരെയുള്ള എല്ലാ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നമ്മൾ പെണ്ണിനെ പോയി, പെണ്ണവിടെ ഉണ്ടോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും സംഭവിച്ചോ എന്ന് വെച്ചാൽ പറയാൻ പറ്റത്തില്ലല്ലോ, ഓരോ കാലങ്ങളും ഓരോ സ്വഭാവങ്ങളൊക്കെ അല്ലേ. അപ്പോൾ ഈ പെണ്ണ് അവിടെ ഉണ്ടോ, പെണ്ണിന് സുഖമാണോ, അത് ഉണ്ടോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടി നമ്മൾ പോകുന്നതാണ്. അപ്പോൾ പോകുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും പെണ്ണിന് പൂക്കൾ കൊണ്ട് അലങ്കരിക്കുന്നു, അത് കഴിഞ്ഞ് പൂ ചൂടുന്നു, പിന്നെ മനസ്സിന് സന്തോഷത്തിന് വേണ്ടി നമ്മൾ മധുരപലഹാരങ്ങൾ കൊടുക്കുന്നു. അങ്ങനെയൊക്കെയാണ് പതിവ്. അപ്പോൾ അതൊന്ന്. പിന്നെ രണ്ടാമത്തെ കാരണം പറയുന്നത്, ഈ പെണ്ണിന് നമ്മളെ ചെക്കൻ്റെ വീട്ടുകാരായിട്ട് ആദ്യമായിട്ട് കാണുവാണ് നമ്മൾ. അപ്പോൾ പെണ്ണിൻ്റെ മനസ്സൊന്ന് മാറ്റി കൊടുക്കണം എന്ന് വെച്ചാൽ നമ്മൾ ചെക്കൻ്റെ വീട്ടുകാരായിട്ട് നല്ല സ്നേഹബന്ധം അങ്ങോട്ട് വരാൻ വേണ്ടിയാണ്. പെണ്ണിൻ്റെ മനസ്സിലെ ടെൻഷനും എല്ലാം മാറ്റി നമ്മളുമായിട്ടുള്ള സ്നേഹബന്ധം ഒന്ന് അടുപ്പിക്കുക എന്നുള്ളൊരു ഉദ്ദേശം കൂടെ ഈ പൂച്ചൂടലിനുണ്ട്. പെണ്ണിന് പൂച്ചൂടൽ കഴിഞ്ഞിട്ട് വന്ന സുമംഗലികൾ പരസ്പരം പൂക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് കുങ്കുമവും ചന്ദനവും കുങ്കുമൊക്കെ ഇടാറുണ്ട്. കല്യാണം നാളെ അവൻ കഴിപ്പിക്കും. എടാ കടിക്കും ചിലപ്പം. അങ്ങോട്ട് പറ്റിയാ അവൻ ലോകലിന് പറ്റിയാ എടുക്കാനോ അവരെടുത്ത് താലോലിച്ച് വിട്ടൂനെ. അതെ, അവരെ നിലത്ത് വെക്കാൻ സമയം വിട്ടു. അപ്പോൾ നമുക്കിനി അടുത്തുള്ള അമ്പലത്തിൽ പോകുന്ന ഒരു ചടങ്ങും കൂടെ ഉണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ശുഭകാര്യത്തിന് അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എല്ലാവരും കൂടെ അമ്പലത്തിലോട്ട് ഇറങ്ങുകയാണ്. തൊട്ടടുത്ത് തന്നെയാണ് അമ്പലം. അപ്പോൾ ഇത്രയും നേരം നിങ്ങൾ കേട്ടത്, ഇടയ്ക്കിടയ്ക്ക് കേട്ട ഭാഷ ഏതെന്ന് വെച്ചാൽ കൊങ്കിണി ഭാഷയാണ് കേട്ടോ. അപ്പോൾ GSBകളുടെ മാതൃഭാഷ ഏതെന്ന് വെച്ചാൽ കൊങ്കിണി ഭാഷയാണ്. അപ്പോൾ അതാണ് ഇതെല്ലാം സംസാരം നിങ്ങൾ കേട്ടത്. ഈ പൂച്ചൂടൽ മാത്രമല്ല, ഇനി ചടങ്ങുകൾ കുറേ ഉണ്ട്. അതായത് ഇനി ചെക്കൻ്റെ വീട്ടിലാണ് ചടങ്ങുകളൊക്കെ കൂടുതലുള്ളത്. അപ്പോൾ ഒരു ചടങ്ങ് എന്താണെന്ന് വെച്ചാൽ, ചെക്കൻ കാവി കയ്യിലേക്ക് കൊടുത്ത് കാശിക്ക് പോകും. കാശിക്ക് പോകുമ്പോൾ ഈ പെണ്ണിൻ്റെ ചെക്കൻ വന്നിട്ട് പറയും, കാശിക്ക് പോകല്ലേ, ഞാൻ എൻ്റെ പെങ്ങളെ കെട്ടിത്തരാമെന്ന് പറയും. അതായത് കല്യാണം കഴിച്ച് തരാമെന്ന് പറയും. അതൊരു ചടങ്ങ്. പിന്നെ വേറൊരു ചടങ്ങ്, അതിൻ്റെ പേര് പറഞ്ഞാൽ നിങ്ങൾ തെറി പറയാമെന്ന് പറയും. അപ്പോൾ ഒന്ന് കളിയാകുകയൊക്കെ ചെയ്യും, എങ്കിലും കുഴപ്പമില്ല. ആ വീഡിയോയുടെ സമയത്ത് ഞാൻ ആ പേര് പറയുന്നതാണ്. അപ്പോൾ ഈ ചടങ്ങുകളെല്ലാം കാണണമെങ്കിൽ നിങ്ങൾ വീഡിയോ കാണണം കേട്ടോ. ഞാൻ പിന്നെ കഴിക്കണ്ടേ സാർ?
ഇനിയെല്ലാം പിന്നെ കണ്ടോ പിന്നെ കഴിക്കണം ഞങ്ങൾക്ക് ഇരുന്ന് വിസ്തരിച്ച് അല്ലടാ തോന്നില്ലേ സാമ്പാറുണ്ടോ? നമുക്ക് ഇരുന്ന് സാമ്പാറുണ്ട്. വിസ്തരിച്ച് സാമ്പാറുണ്ട് രസവടയുണ്ട്. അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നിട്ട് ഇനി നമ്മുടെ മെയിൻ പരിപാടിയാണ് ആഹാരം കഴിക്കുക. അപ്പോൾ ഇഡ്ഡലി, സാമ്പാർ, പിന്നെ പാവയ്ക്കയും ചേമ്പും എല്ലാം കൂടിയിട്ട് അച്ചാറുണ്ടായിരുന്നു, പിന്നെ ചമ്മന്തി, സാമ്പാർ, പിന്നെ രസവട, പിന്നെ ചായ അല്ലെങ്കിൽ കാപ്പി എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് കഴിച്ചപ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ് അല്ലേ? അടിപൊളിയാണോ? നല്ല ടേസ്റ്റ് ഉണ്ടോ? നീ കഴിച്ചോടാ, എങ്ങനെയുണ്ട്? അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാ വിശേഷങ്ങളും ഞാൻ പറഞ്ഞു. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ദേ പോയി നാളെ വരാം.